നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. തലസ്ഥാനത്ത് ഓഫീസ് തർക്കത്തിൽ അനുരഞ്ജനം. പ്രശാന്തിന്റെ ഓഫീസിലെത്തി കൈകൊടുത്ത് ആർ ശ്രീലേഖ. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ചെറിയ ടീമായി പ്രശാന്ത് സഹോദരത്തിൽ നിന്നും ഓഫീസ് ഒഴിയണമെന്ന അഭ്യർത്ഥന നടത്തുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരണം. കരാർ കാലാവധി കഴിയാതെ ഓഫീസ് ഒഴിയില്ലെന്ന നിലപാടിൽ ഉറച്ച് MLA. ചിറ്റൂരിന്റെ നോവായി സുഹാൻ. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കാണാതായ കുട്ടിയുടെ മൃതദേഹം കിട്ടിയത് സമീപത്തെ കുളത്തിൽ നിന്ന്. ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും. യുക്രൈനിൽ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം. കീവിൽ ഒരു മരണം. ആക്രമണം ട്രംപും സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കാനിരിക്കെ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി നെതന്യാഹു നാളെ അമേരിക്കയിലേക്ക്. ജനനായകൻ തന്റെ അവസാന സിനിമയെന്ന് ആവർത്തിച്ച് വിജയ്. സിനിമ ഉപേക്ഷിച്ചത് ആരാധകർക്ക് വേണ്ടിയെന്നും TVK നേതാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MGRന്റെ ചരിത്രം ആവർത്തിക്കുമെന്നും അവകാശവാദം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. കളി കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ. വിജയം തുടർന്ന് ആധിപത്യം ഉറപ്പിക്കാൻ ഹർമൻപ്രീത് കൗറും സംഘവും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന് BJP കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. MLA ഓഫീസിലെത്തി VK പ്രശാന്തിനെ കണ്ട് ശ്രീലേഖ ഒഴിയണമെന്ന അഭ്യർത്ഥനയാണെന്നും 3 മാസം കൂടി തുടരണമെങ്കിൽ ആവാമെന്ന് പറഞ്ഞു. ഒപ്പം ഞാനും എൻ്റെ ആൾക്കാരും ഇവിടെ ഉണ്ടാകും, അത് MLAക്ക് ബുദ്ധിമുട്ടാവരുത് എന്നും ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 7 വർഷം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ കൗൺസിലർമാർ ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടാകാത്ത ബുദ്ധിമുട്ട് ഇനിയും ഉണ്ടാവില്ലെന്നായിരുന്നു പ്രശാന്തിന്റെ മറുപടി. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനെ നേരിടാൻ BJP സ്ഥാനാർത്ഥിയായി ആർ ശ്രീലേഖ വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇരുവരും തമ്മിലുള്ള വിവാദത്തിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. വിവാദത്തിന്റെ തുടക്കം മുതൽ ഇതെങ്ങനെയെന്ന് പരിശോധിക്കാം. ഇന്നലെ ഫോണിലൂടെയാണ് VK പ്രശാന്തിനോട് ആർ ശ്രീലേഖ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാർച്ച് 31 വരെ കരാർ ഉണ്ടെന്നും ഒഴിയില്ലെന്നും പ്രശാന്ത് പ്രതികരിച്ചു. വിഷയം മാധ്യമങ്ങളെ അറിയിച്ച പ്രശാന്ത് മേയറാക്കാത്തതിലുള്ള അമർഷമാണ് ശ്രീലേഖയ്ക്കെന്ന് ആരോപിച്ചു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ MLA ഓഫീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൗൺസിലർമാരുടെ ഓഫീസ് ഉള്ളത്. ഈ കൗൺസിലറുടെ ഓഫീസ് നേരത്തെ LDFന്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് BJPയുടെ തന്നെ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായർ അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പോൾ ഇപ്പം മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം? അപ്പൊ ഇവിടെ 100 കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. MLAയെക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൌൺസിലർ? ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരു നിയോജക മണ്ഡലം, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA.
ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന് അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? അല്ല, അവര് അലമാര കൊണ്ട് ഒന്ന് ടോയ്ലറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിലെന്തെങ്കിലും പരിഹാരം അലമാര വേണമെങ്കിൽ എന്റെ ആളിനെ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുക്കാം. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അല്ല, അത് എനിക്ക് തന്നെ മറുപടി ഇല്ല. കാരണം അത് അവരുടെ ഓഫീസ് നേരത്തെ ഉപയോഗിച്ചിരുന്നവര് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വെച്ചതായിരിക്കാം. അല്ലാതെ എന്തായാലും മറുപടി പറയാൻ വേണ്ടി കഴിയും. ഇപ്പൊ നേരത്തെ ഇരുന്ന കൌൺസിലർ 1-2 മണിക്കൂറായിരിക്കും അദ്ദേഹം അവിടെ ഉപയോഗിക്കുക. പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൌൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? കൌൺസിലറുടെ ഓഫീസിലെ സ്ഥലപരിമിതിയാണ് ചൂണ്ടിക്കാണിച്ചതെന്നും മാറിത്തരണമെന്ന് പ്രശാന്തിനോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും ശ്രീലേഖ പറഞ്ഞു. ഫോൺ സംഭാഷണം പ്രശാന്ത് പുറത്തുവിടണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടു. കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഇതിന്റെ സോണൽ ഓഫീസും കൌൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പം ഇദ്ദേഹം ശ്രീ VK പ്രശാന്ത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. എന്റെ മോന്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത്. അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള 2500 പേർക്കും അറിയാം, അവരത് കണ്ടിട്ടുള്ളതാണ്. പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അദ്ദേഹത്തോട് 2-3 ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട്, അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൌൺസിലർ എന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കിരിക്കാൻ ഒരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ കൌൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ, അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മേയറുടെ ഒരു സ്ഥാനം ഇരുന്നപ്പോൾ അതിനുശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് അടുത്ത ഇലക്ഷന്റെ സൗകര്യാർത്ഥം MLA ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൌൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എന്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പരിമിതമായ സ്ഥലത്ത് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ദേവി ഇതൊന്ന് പരിഗണിക്കണം, പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത്, അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്, മധു കേട്ടതാണ്, എന്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം. എന്റെ ഫോണിൽ റെക്കോർഡില്ല, ഞാൻ അങ്ങനെ ഒരു ക്രാഫ്റ്റിനെസ് എനിക്കില്ല, ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷെ എന്റെ അറിവിൽ പ്രശാന്തിന്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എന്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം. എന്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അഗ്രിമെന്റിന്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട്. അപ്പം കോർപ്പറേഷന്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്ഥലമാണല്ലോ, അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കോർപ്പറേഷൻ എനിക്ക് കൌൺസിലർക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലം വേണം എന്നൊരാഗ്രഹമുണ്ട്, കാരണം എനിക്കിവിടെ കൌൺസിലറായിട്ട് പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസും സെറ്റപ്പും മീറ്റിങ്ങിനുള്ള സ്ഥലവും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ഇല്ല. സൗകര്യം ഒരു ചെറിയ മുറിയും ബാത്റൂം മുഴുവനും ക്യാബിനറ്റും ഫയലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ കണ്ടതാണല്ലോ. ഇനി കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയും പത്രമാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരാളോട് ആദ്യമായിട്ട് എന്റെ നയം എന്ന് പറയുന്ന അഭ്യർത്ഥനയാണ്. ആദ്യം ഒരു സമവായം, ഒരു അഭ്യർത്ഥന, അതിനുശേഷം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കത്തെഴുതി കൊടുത്ത് ചെയ്യിക്കണം. അതിന് മുമ്പായിട്ട് നമ്മളൊരു സഹോദര തുല്യനായിട്ട് സൗഹൃദത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള നയം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. അതനുസരിച്ച് ഞാൻ ചെയ്യും. എനിക്കിപ്പോ തൽക്കാലം ഞാൻ അദ്ദേഹത്തോടൊന്ന് പരിഗണിക്കണേ എന്ന് അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന് പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് തീരുമാനിച്ച് മേയറോട് സംസാരിച്ച ശേഷം പുതിയ മേയറും പുതിയ ആൾക്കാരും എന്താണ് അതിനകത്ത് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു
സഹോദര്യ സ്നേഹത്തോടു കൂടി സംസാരിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അത് അദ്ദേഹം ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് അടുത്ത നടപടി എന്താണെന്ന് മേയറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. മേയറുടെ ഓഫീസിൽ നിന്ന് ആ ഫയൽ എടുപ്പിച്ച് ആ ഫയൽ നോക്കിയാൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ, കരാറുണ്ടോ, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വാടകയ്ക്ക് എടുത്തതെന്ന് അറിയണ്ടേ. MLAക്ക് ഒരുപാട് MLA ക്വാർട്ടേഴ്സ് തൊട്ടടുത്താണ്. അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും. കൌൺസിലർക്ക് അങ്ങനെയല്ല. കൌൺസിലർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. MLAക്ക് എവിടെ വേണമെങ്കിലും ഏരിയ കിട്ടും. MLA ക്വാർട്ടേഴ്സ് തൊട്ടടുത്തുണ്ട്. ഈ കൌൺസിലറിന്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതേ ഉള്ളൂ. സംഭവം വാർത്തകളിൽ നിറഞ്ഞതോടെ ആർ ശ്രീലേഖ MLA ഓഫീസിലെത്തി. തുടർന്ന് MLAയെ മുറിയിലെത്തി കണ്ടു. വലിയ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ 7 വർഷമായിട്ടിരിക്കുന്ന ആളാണ്. 7 വർഷമായോ? മറ്റേ കൗൺസിലൊക്കെ ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ചെറിയ ഞാൻ അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. പ്രശാന്ത് 3 മാസമോ 4 മാസമോ പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നോക്കിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. മാത്രം ഹാപ്പിയായില്ലേ എല്ലാവരും? ഇനിയിപ്പോ വിഷയത്തെ CPM രാഷ്ട്രീയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഒരു നടപടിയായി പോയി. പത്രത്തിലെ ഞാൻ വാർത്ത കണ്ടത് ശരിയാണെങ്കിൽ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് ശരിയാണെങ്കിൽ BJP ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്. MLAമാരെ സംബന്ധിച്ചിടത്തോളം MLAമാരുടെ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസ് ഒഴിവുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഓഫീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ഗവൺമെന്റ് തന്നെ ഉത്തരവുണ്ട്. സർക്കാരിന്റെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഗസ്റ്റ് ഹൗസുകളൊക്കെ ചേർന്നിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും എല്ലാം MLA ഓഫീസുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് VK പ്രശാന്ത് നഗരസഭയോട് അഭ്യർത്ഥിച്ച് നഗരസഭയുടെ കൌൺസിൽ പാസാക്കി അത് മാർച്ച് വരെ MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന നിലയിലാണ്. പക്ഷേ ശ്രീലേഖ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായിട്ട് ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണം, എൻ്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ്. ഈ പുത്തനച്ചി പുലപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ നടത്തി. പക്ഷെ അവരെ അവസാനം കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ അവര് ആളുകളുടെ അടുത്തെല്ലാം പരിദേവനവും പരിഭവവും എല്ലാം പറഞ്ഞു നടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു നിലപാടാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് പഴയ പോലീസിലുണ്ടായിരുന്ന ഒരു ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം പുലർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിയമപരമായിട്ട് മേയർ അത് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മേയർക്കറിയാം അതിന്റെ ചിട്ടവട്ടങ്ങൾ. ഇപ്പോൾ ശ്രീലേഖയ്ക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ VV രാജേഷ് നേരത്തെ കൌൺസിൽ അംഗമായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ VV രാജേഷ് ഈ കാര്യത്തിൽ ഇടപെടണം. ജനാധിപത്യം സംരക്ഷിക്കാനായിട്ടുള്ള നിലപാടുകൾ VV രാജേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അവിടെ കൃത്യമായിട്ട് തുടർന്നു പോകാനുള്ള MLA ഓഫീസ് തുടർന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ആ ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ശ്രീലേഖയ്ക്ക് അഹങ്കാരമെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത്. കൗൺസിലർ എന്നുള്ള നിലയിലുള്ള അവരുടെ രംഗപ്രവേശം ഗംഭീരമായി. ഔദ്യോഗിക ജീവിതത്തിലുടനീളം അവർ പുലർത്തിയിരുന്ന തികഞ്ഞ മനുഷ്യവിരുദ്ധ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പം തന്നെ ശാസ്തമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കഴിയുന്നത്ര വേഗതയിൽ തന്നെ അവരാ തെറ്റ് തിരുത്തുമെന്ന ജനങ്ങൾ തെറ്റ് തിരുത്തുമെന്ന എൻ്റെ വിശ്വാസം. ഇത്രയേറെ അഹങ്കാരം ആർക്കും പാടില്ല.
ഒരുത്തർക്കും പാടില്ല. അവർ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം പോലും വിസ്മരിച്ചു പോയി. 7 വർഷമായിട്ട് ആ മണ്ഡലത്തിൻ്റെ MLA നിയമാനുസൃതമായിട്ട് അന്നത്തെ നഗരസഭയുടെ കൗൺസിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുത്ത, കരാറ് വെച്ച് വാടകയ്ക്കെടുത്ത ഒരു ഓഫീസ് മന്ദിരം അങ്ങ് ഒഴിഞ്ഞേക്കണമെന്ന് പറയാനുള്ള അഹങ്കാരം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. മേയറാണ് അതിന് മറുപടി പറയേണ്ടത്. മേയറിനും ഡെപ്യൂട്ടി മേയറും ഒക്കെ മറുപടി പറയണം. പറ്റുമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അതിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറാകണമെന്നാണ്. ഒഴിപ്പിക്കൽ രാഷ്ട്രീയം വിവാദമായതോടെ മേയർ VV രാജേഷ് അടക്കം BJP നേതാക്കളുടെ പ്രതികരണം നിർണായകമാകും. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, ഇതിപ്പോൾ ഒരു കോംപ്രമൈസ് ലെവലിലേക്ക് എത്തിക്കാൻ ശ്രീലേഖ ശ്രമിച്ചു എങ്കിൽ പോലും എന്താണ് CPM വഴങ്ങുന്നില്ല. അവർക്കെതിരെയുള്ള പരാമർശങ്ങളുമായി നേതാക്കൾ കളം നിറയുകയാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു രാഷ്ട്രീയ വിവാദം എന്ന തരത്തിലേക്കുള്ള ഒരു ഫോൺ വിളിയും ഒപ്പം അത് ഇടതുമുന്നണി അടക്കം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. നമുക്ക് അറിയാം, ഈ ഒരു BJPയുടെ ഒരു അട്ടിമറി വിജയം ഒരു തിരുവനന്തപുരത്തെ മൊത്തമുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നുള്ളൊരു രീതിയിലടക്കമുള്ളൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം അടക്കം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സമ്മേളനം, അതായത് മീറ്റ് ദ പ്രസ് അടക്കം മേയറും ഡെപ്യൂട്ടി മേയർ അടക്കം നടത്തിയിരുന്നു. അതിലടക്കം ഇങ്ങനെ ഒരു ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നുള്ള നിർദ്ദേശം നൽകുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് ഈ ഒരു മുറിയിൽ അസൗകര്യമുണ്ട്, തനിക്ക് ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീലേഖ വിളിക്കുകയും ഒപ്പം അത് നിരസിച്ചുകൊണ്ട് VK പ്രശാന്ത് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അത് അദ്ദേഹം തന്നെ പുറത്തുവിടുന്നു. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ ആരംഭിക്കുന്നു. ഇടതുമുന്നണിയിൽ നിന്നും വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ, ഒപ്പം തന്നെ പല കോണുകളിൽ നിന്നും ഇതിനെ അപലപിച്ചുകൊണ്ടുള്ള ഇടതുമുന്നണിയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. പക്ഷേ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് BJPയുടെ ഭാഗത്തു നിന്നും, BJP മുന്നണിയുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിട്ടില്ല. ഒരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ തന്നെയാണ് ശ്രീലേഖ IPS അടക്കം പ്രതികരിച്ചത്. നേരത്തെ ഒരു സഹോദര തുല്യനായ ഒരാളോട് ഇത് ആവശ്യപ്പെട്ടു, തന്റെ ബുദ്ധിമുട്ട് അറിയിച്ചു, അല്ലാതെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി അറിയിച്ചില്ല എന്നായിരുന്നു ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. നമ്മുടെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിരുന്നു. ഈ ഒരു ഓഫീസ് മുറിയിൽ, അതിപ്പോൾ MLAയുടെ ഓഫീസ് ആണെങ്കിൽ തന്നെ, ഒപ്പം തന്നെ കൌൺസിലറുടെ ഓഫീസ് ആണെങ്കിലും അതിന് സ്ഥലപരിമിതി നല്ല രീതിയിലുണ്ട്. രണ്ടിലും വളരെ കുറഞ്ഞ സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. മുൻപുള്ള മേയർ, അതായത് തൊട്ടു മുൻപുള്ള മേയർ അടക്കം, അല്ല തൊട്ടു മുൻപേയുള്ള കൌൺസിൽ അടക്കം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് വളരെ പരിമിതികളിലൂടെയാണ്. തുടരുക. ഇപ്പോൾ VV രാജേഷിന്റെ പ്രതികരണം. നമുക്കറിയാം അവിടെ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ ശ്രീലേഖ ചേച്ചിയും VK പ്രശാന്ത് MLAയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അവർ തമ്മിൽ പല കാര്യങ്ങളിലും, ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അന്ന് മേയറായിരുന്നു, അതിനുശേഷം MLA സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്ന ഒരു സാഹചര്യം കൊണ്ടുവന്നു. ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോൾ, അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഈ എൻ്റെ റൂമിൽ സ്പേസ് കുറച്ച് കുറവാണ്. പൊതുജനങ്ങളൊക്കെ ഇപ്പോൾ മധുചേട്ടൻ ഒരു പുരുഷൻ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല ഒരു വനിത. കുറച്ച് അല്ല ആ റൂമിലല്ല. അല്ല, ബിന്ദു എന്ന കൗൺസിലർ ഇപ്പോൾ MLA ഇരിക്കുന്ന റൂമിലാണ് ഇരുന്നത്. ബിന്ദു കൗൺസിലറാണ് MLAക്ക് ഈ റൂം ഒഴിഞ്ഞു കൊടുത്തത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് പരാമർശിച്ചത്. അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു വനിത ഒരു കൗൺസിലറായിട്ട് വരുമ്പോൾ അവരെ കാണാനായിട്ട് വ്യക്തിപരമായിട്ട് വരുന്നവർ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെയാണ് ഫയലും ടേബിളും ഒക്കെ വെച്ചിരിക്കുന്നത് ആ കൗൺസിലറുടെ ഓഫീസിൽ. മധുചേട്ടൻ പുരുഷനായതുകൊണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവിടെ തന്നെ പോകാനുള്ള വീടൊക്കെ അടുത്തുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ആ ഓഫീസ് ഉപയോഗിച്ച് പോയത്. അപ്പോൾ ഇവർ വന്നപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ചോദിച്ചു, സമയമെടുത്ത് ആലോചിച്ചിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീലേഖ ചേച്ചി എന്നെ വിളിച്ചിരുന്നത് കഴിഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ അല്ല, അങ്ങനെയല്ല. ഫനക അത് ഇപ്പോൾ
എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമെന്നില്ലല്ലോ. അതായത് അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അടുപ്പം ഉള്ളപ്പോഴേക്കും എനിക്ക് അവിടെ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒരുപക്ഷെ പീരീഡ് അസംബ്ലിയുടെ കഴിയല്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത്. തീർച്ചയായും അതാണ് രാജേഷിന്റെ മേയറുടെ വിശദീകരണം. സാരംഗ്, ഇതാണ് അവിടെ സംഭവിച്ചത് എന്നാണ് വി രാജേഷിനും മനസ്സിലായിരിക്കുന്നത്. പക്ഷേ CPM നേതാക്കൾ തൽക്കാലം വിടാൻ ഒരുക്കമല്ല അല്ലേ? തീർച്ചയായും ഒരു വീണ് കിട്ടിയ അവസരം എന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു സാഹചര്യത്തിന്റെ പ്രതികരണമടക്കം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും. കൃത്യമായി, അതായത് തുടക്കം തൊട്ട് തന്നെ ഈ ഒരു വിവരമടക്കം, അതായത് ഒരു ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എന്ന തരത്തിലായിരുന്നു പ്രതികരണം വന്നത്. അതിനുശേഷം ഈ ഒരു മുറിയുടെ പരിമിതി അടക്കം വിശദീകരിച്ചുകൊണ്ട് പിന്നീട് അവിടെ ശ്രീലേഖ എത്തുന്നു. ഒപ്പം ആ സമയത്ത് തന്നെ VK പ്രശാന്തും അവിടേക്ക് എത്തുന്നു. പക്ഷേ ഇതിൽ ഒരു കുറെ കാലമായി ഇവിടെ തുടരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഓഫീസ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു MLA ഓഫീസിൽ നിന്നും മാറേണ്ട ഒരു സാഹചര്യമില്ല. മാത്രമല്ല അടുത്ത വർഷം മാർച്ച് 31 വരെ ഈ ഒരു എഗ്രിമെന്റ് നിലനിൽക്കുന്നുണ്ട്, കൃത്യമായി വാടക നൽകുന്നുണ്ട്. അപ്പോൾ മാറേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ ഒരു മേയറുടെ, അതായത് ഈ ഒരു നഗരസഭാ കമ്മിറ്റി ചേർന്ന് ഇതിൽ തീരുമാനമെടുത്ത് മാറാനുള്ള ഒരു നിർദ്ദേശം നൽകുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അതിന് നിയമപരമായി തന്നെ നേരിടുമെന്നായിരുന്നു VK പ്രശാന്തിന്റെ അടക്കം ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു തീർത്തും ഒരു ലളിതമായ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം എന്ന തരത്തിലേക്കായിരുന്നു പിന്നീട് ശ്രീലേഖ ഈ ഒരു വിഷയത്തെ മാറ്റിയെടുത്തത്. കാരണം വർഷങ്ങളായി പരിചയമുള്ള ഒരാളോട് തന്റെ ഓഫീസ് മുറിയുടെ ഒരു പരിമിതികൾ വിശദീകരിച്ചു. അത്തരത്തിലുള്ളൊരു അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അതൊരു ഒഴിഞ്ഞു തരാൻ പറ്റുമോ എന്ന രീതിയിലേക്ക് ആവശ്യപ്പെട്ടു എന്ന് മാത്രമാണ്. അല്ലാതെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ദാർഷ്ട്യത്തോടെ ആവശ്യപ്പെട്ടില്ല എന്നാണ് ശ്രീലേഖ അടക്കം നമ്മോട് പ്രതികരിച്ചത്. അത് നേരത്തെ നമ്മൾ വിശദമായി പറയുകയും ചെയ്തതാണ്. പക്ഷേ ഒരു ഓഫീസിന്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MLAയുടെ ഓഫീസിനകത്ത് കയറിയിട്ട് വേണം കൌൺസിലറുടെ ഓഫീസിനകത്തേക്ക് കയറാൻ. മാത്രമല്ല ഒരു വലിയൊരു ഭാഗം ശുചിമുറി അല്ലെങ്കിൽ ഒരു ബാത്റൂമിന് വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ബാത്റൂമിനകത്താണ് ഈ ഒരു ഷെൽഫും ഈ ഒരു ഔദ്യോഗിക രേഖകളടക്കം സൂക്ഷിച്ചിരിക്കുന്ന അലമാരയടക്കം ഇതിനകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥലപരിമിതിയുടെ വിഷയം മുൻ കൌൺസിലർ അടക്കം പ്രതികരിച്ചിരുന്നു. പക്ഷേ അത് ന്യായമായ രീതിയിലല്ല ആവശ്യപ്പെട്ടത്. ഒരു BJPയിലേക്ക് ഭരണം മാറിയതിന്റെ ഒരു ദാർഷ്ട്യത്തോടു കൂടിയാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ മേയർ സ്ഥാനം ലഭിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് തന്നോട് പ്രകടിപ്പിച്ചു എന്നടക്കം പ്രശാന്ത് പ്രതികരിക്കുകയും ചെയ്തു. അതായത് തനിക്ക് മേയർ സ്ഥാനം ലഭിച്ചില്ല, അതുകൊണ്ട് ഇവിടെ തുടർന്നല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇതിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു സൗകര്യം ഒരുക്കി തരണം അല്ലെങ്കിൽ ഒഴിഞ്ഞു തരണം എന്നാണ് ആവശ്യപ്പെട്ടതെന്നാണ് പ്രശാന്ത് അടക്കം ആവശ്യപ്പെട്ടത്. വരുന്നതിലൊരു വലിയ രാഷ്ട്രീയ തർക്കം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നില്ല. ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രീലേഖ ശ്രമിച്ചുവെങ്കിൽ പോലും ഈ വിഷയത്തെ ഗൗരവമായി തന്നെ CPM കണ്ടിട്ടുണ്ട്. നോവായി പാലക്കാട് ചിറ്റൂരിലെ സുഹാൻ ഇന്നലെ കാണാതായ 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് കണ്ടെത്തി. 20 മണിക്കൂറിലധികം നീണ്ട പരിശോധനയും പ്രാർത്ഥനകളും വിഫലം. 9 മണിയോടെ ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമങ്കോട് സ്വദേശി മുഹമ്മദ് അനസ് താഹിദ ദമ്പതികളുടെ മകൻ സുഹാസിന്റെ മൃതദേഹം കിട്ടി. വീട്ടിൽ നിന്ന് 800 മീറ്ററോളം ദൂരെയുള്ള കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു സുഹാൻ. ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വലിയ കുളമാണ് ഇത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി മുതലാണ് സുഹാനെ കാണാതായത്. ഇത്രയും ദൂരം കുട്ടി പോകുമെന്ന് ആരും കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വീടിന് സമീപത്തെ കുളങ്ങളിൽ മാത്രമാണ് പരിശോധന നടത്തിയത്. ഡോഗ് സ്ക്വാഡ് സമീപത്തെ കുളവരമ്പ് വരെ മണം പിടിച്ചു ചെന്നിരുന്നു. കുട്ടി ഈ കുളത്തിന്റെ പരിസരത്തെത്തിയതിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇത് വീടിന് ഒരു അല്പം അകലെയായിട്ട് ഒരു 100-300 മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു കുളമാണ്. ആ കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ആ കുളത്തിന്റെ ഒരു ഘടന ഒരു റോഡും റോഡിന്റെ സൈഡിലൊരു കനാലിനപ്പുറമാണ് കുളം. അപ്പൊ ഈ കുളത്തിൽ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുളമാണ്. അപ്പോൾ കുട്ടിയെ കുളത്തിലേക്കായിട്ട് സ്വമേധയാ ഇറങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇറക്കുക തന്നെ വേണം. അല്ലാതെ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കിടക്കുന്നത്. അപ്പൊ അതൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി.
ന്യൂസ് 18 പാലക്കാട്. ചിറ്റൂരിൽ 6 വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് കാണാതായതിൽ ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റോഡിൽ നിന്ന് ചാൽ കടന്ന് വേണം കുളത്തിനരികിലെത്താൻ. ചെറിയ പാലങ്ങളിലൂടെയോ ചാലുകളിലൂടെയോ ഒരു 6 വയസ്സുകാരൻ തനിയെ അങ്ങോട്ട് പോകുന്നത് അസ്വാഭാവികമാണെന്നാണ് സംശയം ബലപ്പെടുത്തുന്നത്. ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നേരത്തെ ആ കുട്ടി അതിലേ പോയിട്ടുണ്ടെന്ന് പറയുന്നു. ശരിയാണോ തെറ്റാണോ? നായ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടപ്പോഴാണുള്ളത് കണ്ടത്. പരിശോധിക്കാറുണ്ട്. പ്രജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. പ്രജിത്ത്, ദുരൂഹത ആരോപിച്ചിട്ടുണ്ട് നാട്ടുകാരും ബന്ധുക്കളും മറ്റും. ഇപ്പോൾ ഒരു അന്വേഷണം ഇതിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഇതിലൊരു അന്വേഷണം എന്തായാലും ഉണ്ടാകും. എന്നാൽ സുഹാന്റേത് മുങ്ങിമരണം തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ശരീരത്തിൽ സംശയാസ്പദമായ മുറിവുകളോ പരിക്കുകളോ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാലും ഈ കുട്ടി എങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം അപ്പുറത്തുള്ള ഒരു കുളത്തിലാണ് കുട്ടി അകപ്പെട്ടത്. അതിന് സ്വമേധയാൽ പോയതാണോ അതോ ആരെങ്കിലും അപകടത്തിൽ പെടുത്തിയോ എന്നൊക്കെയാണ് രാവിലെ സുമേഷ് അച്യുതൻ, അത് ചിറ്റൂർ നഗരസഭ ചെയർമാൻ സുമേഷ് അച്യുതൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇത്രയും ദൂരം എങ്ങനെ വന്നു എന്ന് നാട്ടുകാരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുശേഷം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം അമ്പാട്ടുപാളയത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 3 മണിയോടുകൂടി അച്ഛന്റെ സ്ഥലമായ നല്ലേപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. നല്ലേപ്പള്ളിക്ക് സമീപമുള്ള പള്ളിയിലാണ് കുട്ടിയുടെ ഖബറടക്കം നടക്കുക. ശരി, പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം നേടാനായെങ്കിലും മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളിൽ നേതൃത്വത്തോടുള്ള അതൃപ്തി വ്യക്തമാണ്. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിനെ ചൊല്ലിയാണ് ഉമാ തോമസും പാർട്ടി ജില്ലാ നേതൃത്വം തമ്മിൽ തർക്കം രൂക്ഷമായത്. തൃക്കാക്കരയിലും KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നാണ് ഉമാ തോമസ് MLAയുടെ പരാതി. കൊച്ചി കോർപ്പറേഷനിൽ ഒരു നീതിയും തൃക്കാക്കരയിൽ മറ്റൊരു നീതിയും പറ്റില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഉമാ തോമസ്. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ മേയറെ തെരഞ്ഞെടുത്തതും KPCC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് ദീപ്തി മേരി വർഗീസും തുറന്നടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമുള്ള വിജയം കൈവരിച്ചിട്ടും കോൺഗ്രസിൽ ഇപ്പോഴും വിമർശനങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ നമുക്കറിയാം, മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് DCC നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായിട്ടാണ് ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയത്. അതേസമയം KPCC മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ തൃക്കാക്കരയിലെ ചെയർമാൻ സ്ഥാനവുമായി ബന്ധപ്പെട്ടും ഈ ഒരു കാര്യം ഉന്നയിക്കപ്പെടുകയാണ്. അതായത് മുനിസിപ്പാലിറ്റിയിൽ 2 ടൈം നൽകണമെന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു ഉമാ തോമസ് MLA. അത് പാലിക്കപ്പെട്ടില്ല. അതുമാത്രമല്ല, ഈ ഷാജി വാഴക്കാല എന്ന് പറയുന്ന ആൾക്കൊരു ടൈം നൽകണമെന്നും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നതെന്നും ഉമാ തോമസ് KPCC നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വത്തിന് ഉമാ തോമസ് MLA പരാതി നൽകിയിട്ടുണ്ട് എന്നാണ്. അതായത് ജില്ലയിൽ മേയർ സ്ഥാനാർത്ഥി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു നീതിയും തൃക്കാക്കരയിലെ നഗരസഭയിൽ മറ്റൊരു നീതിയും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഉമാ തോമസിന്റെ പരാതി. ആ പരാതി നേരത്തെ തന്നെ നമ്മൾ ഈ മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ DCC നേതൃത്വം ഏകപക്ഷീയമായ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള വിമർശനങ്ങൾക്ക് പാത്രമായിരുന്നു. മാത്രമല്ല, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സാമുദായിക സമവാക്യങ്ങൾ അത് പാലിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ 4 പേർക്ക് മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും നൽകിയത് എന്നുള്ളതായിരുന്നു DCC നേതൃത്വം നൽകിയിരുന്ന വിശദീകരണം. VK മിനിമോളും അതുപോലെ ഷൈനി മാത്യുവും 2 ടൈമിൽ മേയർമാരാവുകയും ഡെപ്യൂട്ടി മേയർമാരായ ദീപക് ജോയും അതുപോലെ KVP കൃഷ്ണകുമാറും സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് 2.5 വർഷം വീതം ഈക്വലായിട്ട് സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അതേസമയം ചില സഭാ നേതൃത്വങ്ങൾക്ക് വഴങ്ങിയാണ് ദീപ്തി മേരി വർഗീസിന് നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന അല്ലെങ്കിൽ നൽകാമെന്ന് പറഞ്ഞിരുന്ന മേയർ സ്ഥാനം നൽകാതിരുന്നത് എന്നുള്ള വിമർശനവും ശക്തമാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കിടെ തന്നെയാണ് തൃക്കാക്കര നഗരസഭയിലെ ചെയർമാൻ സ്ഥാനവും ഈ വലിയ വിവാദങ്ങൾക്ക് ചർച്ചയാകുന്നത്. അങ്ങനെയാണ് ഈ നഗരസഭാ അധ്യക്ഷ സ്ഥാനം ഇത്തവണ 2 തവണയായി 2 ടൈമായി വിഭജിച്ച് നൽകണമെന്നുള്ള ആവശ്യം DCC പരിഗണിച്ചില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ DCC പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനവുമുണ്ട്. ആ വിമർശനങ്ങളൊക്കെ KPCC മാനദണ്ഡം നഗരസഭയിലൊന്നും അതുപോലെ കോർപ്പറേഷനിൽ വേറൊന്നും
ജില്ലയിൽ പലയിടത്തും പലതരത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത്, പല നീതികൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. എന്തായാലും വലിയ വിജയമാണ് UDF ഇത്തവണ കൈവരിച്ചതെങ്കിൽ പോലും ആ ശോഭയെ ഇല്ലാതാക്കുന്ന, തിളക്കത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ DCC ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അതുമാത്രമല്ല, DCC നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യവും പ്രതിപക്ഷ നേതാവ് ഈ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്, അതായത് ദീപ്തി മേരി വർഗീസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നാൽ മേയർ സ്ഥാനാർത്ഥിത്വം നൽകാം, മേയർ സ്ഥാനം നൽകാം എന്നുള്ള വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്നുള്ള വലിയ വിമർശനമുണ്ട്. അതിലും DCC അന്തിമ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു എന്നുള്ള നിലപാടാണ് പുറത്തു വന്നതും അങ്ങനെയാണ്. അതുപോലെ തന്നെ വലിയൊരു പരാതിയുമായാണ്, വലിയൊരു വിമർശനവും ഉന്നയിച്ചിട്ടാണ് ഇപ്പോൾ ഉമാ തോമസും MLAയും DCCക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പ്രതിസന്ധിയിൽ. ഈ മണിയെ കണ്ടെത്തിയെങ്കിലും മറ്റ് സ്വർണ്ണക്കൊള്ള ഇയാളുടെ ബന്ധം സ്ഥിരീകരിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഹാജരായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഹാജരാകാതിരുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സാധ്യത നിലനിൽക്കുന്നതിനാൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏറെക്കുറെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള മണിയെ കണ്ടെത്താൻ സാധിച്ചെങ്കിലും പക്ഷേ ഇയാൾക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കൈകടത്തലുകളും അല്ലെങ്കിൽ ഇതിലൊരു പങ്കാളിത്തം ഇല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ നൽകുന്ന മൊഴിയും. ഒപ്പം തന്നെ ഇത് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു നീക്കം, അതായത് ഇയാൾ ഇപ്പോൾ കുറ്റാരോപിതരായവരോടൊപ്പം ഒപ്പം തന്നെ അറസ്റ്റ് അടക്കം നേരിടുന്നവർക്കെതിരെയുള്ള അവരുമായുള്ള ബന്ധം നിലനിന്നിരുന്നു. ഒപ്പം തന്നെ ഫോൺ സംഭാഷണം, ഇയാളുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, പെട്ടെന്നുള്ള ഇയാളുടെ ഒരു വളർച്ച, സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയടക്കം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തമിഴ്നാട് പോലീസിന്റെ അടക്കം ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ അറസ്റ്റിലേക്കും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടികളിൽ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊപ്പം തന്നെ കൂട്ടിവായിക്കേണ്ട മറ്റൊരു കാര്യം, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ N. വിജയകുമാർ ഒപ്പം തന്നെ ശങ്കർദാസ് എന്നിവരോട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അവർ ഇത്രയും ദിവസമായി ഹാജരായിട്ടില്ല. ഒപ്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. ഇവരുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിലനിൽക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണവും പ്രതിസന്ധിയിലാണ്. ഒപ്പം തന്നെ ഈ ഒരു മണിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്താൻ, വിവരങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈക്കോടതി വിമർശനമടക്കം നിലനിൽക്കുന്ന സമയത്ത് ഇതിൽ കൂടുതൽ പുരോഗതി വരാത്തത് ഹൈക്കോടതിയുടെ കൂടുതൽ വിമർശനത്തിനടക്കം സാധ്യത മുൻകൂട്ടി നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു പ്രതിപക്ഷത്തിന്റെ കൂടുതൽ പ്രതിഷേധങ്ങൾക്കും ഇത് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കമുള്ള സമ്മർദ്ദമാണ് അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഉയർന്നിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണ പുരോഗതി ഇല്ലായെങ്കിൽ ഹൈക്കോടതിയിൽ നടക്കം കൂടുതൽ പരാമർശങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ യുക്രൈനിൽ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം. യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, 27 പേർക്ക് പരിക്കേറ്റു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കാനിരിക്കെയാണ് ആക്രമണം. റഷ്യയുടെ ആക്രമണത്തിൽ കീവിൽ മണിക്കൂറുകളോളം സ്ഫോടനങ്ങൾ നടന്നു. 500-ലേറെ ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നാണ് വിവരം. പുലർച്ചെ മുതൽ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ മെട്രോ സ്റ്റേഷനുകളിലും ബങ്കറുകളിലും അഭയം തേടി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും മിസൈലുകൾ പതിച്ചു. ആക്രമണത്തെ തുടർന്ന് കീവിലെ പല മേഖലകളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ സൈന്യം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. Дуже не можемо вірити, що весь світ це бачить, не може це зупинити. Це вже чула, як горів чоловік і його крик ось у мене в ушах. Я не можу повірити в це. സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീണ്ടും കാണിച്ചു തരികയാണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം.
4 വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് ഈ ആക്രമണം. നേരത്തെ ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയ സമാധാന പദ്ധതിയെ അട്ടിമറിക്കാൻ സെലൻസ്കിയും യൂറോപ്യൻ യൂണിയനും ശ്രമിക്കുന്നതായി വെള്ളിയാഴ്ച റഷ്യ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തലസ്ഥാന നഗരിയെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാളെ അമേരിക്കയിലേക്ക്. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച നിർണായക ചർച്ചയ്ക്കാണ് അമേരിക്കയിലെ ഫ്ലോറിഡ വേദിയാകുന്നത്. ജനുവരിയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിലാക്കാനാകുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയെ ആശ്രയിച്ചാകും ഗാസ വെടിനിർത്തലിന്റെ തുടർ നീക്കങ്ങൾ. ജനുവരിയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക. എന്നാൽ ഗാസയിലെ ഇടക്കാല സർക്കാർ, അന്താരാഷ്ട്ര സേനാവിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ വ്യക്തത രൂപപ്പെടുത്താൻ ഇനിയുമായിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച 20 ദിന സമാധാന പദ്ധതി പ്രകാരം ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ മാത്രമേ ആയുധം താഴെവെക്കൂവെന്നാണ് ഹമാസിന്റെ നിലപാട്. അതേസമയം പാകിസ്ഥാൻ ഉൾപ്പെടെ പല മുസ്ലിം രാജ്യങ്ങളും ഗാസയിലേക്ക് സേനയെ അയക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ അമേരിക്ക കൂടുതൽ വെട്ടിലായി. ഗാസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന ഇസ്രയേൽ തീരുമാനവും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തിരിച്ചടിയാണ്. കരാർ അട്ടിമറിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തെ അമർച്ച ചെയ്യണമെന്ന് ഈജിപ്ത് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അതിനിടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം ഇന്നലെയും തുടർന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഖബാത്തിയയിൽ ഇസ്രയേൽ സൈന്യം പിടിമുറുക്കുകയും പ്രദേശത്ത് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു. നിരവധി പലസ്തീൻകാരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. വെടിനിർത്തലിന് ശേഷം ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 ഇസ്രയേൽ സൈനികരും ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ കടുത്ത ആശങ്ക അറിയിച്ചും മുന്നറിയിപ്പ് നൽകിയും ഇന്ത്യ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ തുടരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇതിനിടെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന്റെ പേരിൽ മറ്റൊരു ഇന്ത്യക്കാരനെ കൂടി ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റോഡ് ഷോ നടത്തി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാൻ തന്റെ തെരഞ്ഞെടുപ്പ് മോഹം അറിയിച്ചു. തായ്വാനിലെ തായ്പേയുടെ തെക്ക് കിഴക്കായി 6.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം. ഇലാൻ തീരത്ത് 7.0 തീവ്രത രേഖപ്പെടുത്തി. ഇന്നലെ പ്രാദേശിക സമയം രാത്രി 11:05 ഭൂകമ്പം ഉണ്ടായതെന്ന് തായ്വാനിലെ കേന്ദ്ര കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഇലാൻ കൗണ്ടി ഹാളിൽ നിന്ന് 32.3 കിലോമീറ്റർ കിഴക്കാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. വീണ്ടും വിവാദ പരാമർശവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. അസമിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും ബംഗ്ലാദേശി വംശജരായ മുസ്ലിങ്ങളാണ് എന്നായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം. 2011 സെൻസസ് പ്രകാരം അസമിൽ 34% മുസ്ലിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 3% മാത്രമാണ് അസം വംശജർ. ബാക്കിയുള്ള 31% ബംഗ്ലാദേശി വംശജരായ മുസ്ലിങ്ങളാണെന്നായിരുന്നു ബിശ്വശർമ്മ പറഞ്ഞത്. BJPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിപാടിക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം. അടുത്ത മാസം നടക്കുന്ന പൂനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീകരിക്കുന്നതിനെ ചൊല്ലി ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ മത്സരിക്കാനുള്ള നിർദ്ദേശം അജിത് പവാർ വിഭാഗം അംഗീകരിക്കാത്തതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. മുംബൈ, പൂനെ എന്നിവയുൾപ്പെടെ മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി 15 നടക്കുക. കോൺഗ്രസ് പാർട്ടിയിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ ആവശ്യത്തെ പിന്തുണച്ച ശശി തരൂർ. പാർട്ടിയിൽ വാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. എന്നാൽ RSSനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. BJPയും RSSും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ സംഘടനയ്ക്കുള്ളിൽ വളരാനും മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി തുടങ്ങിയ ഉന്നത പദവികളിലേക്ക് എത്താനും അനുവദിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ദിഗ്വിജയ് സിംഗ് അഭിപ്രായപ്പെട്ടിരുന്നു. डिसिप्लिन तो बड़ी जरूरी है कोई भी पार्टी में आप सोचिए। लेकिन दिग्विजय सिंह
देखिए उनके बारे में आप उनसे ही पूछिए। आपके बयान पर आपके देश का विरोध करना है, इसको लेकर क्या? नहीं ये नहीं, बिल्कुल नहीं सर। आपके बयान पर समझते नहीं तो मैं क्या करूँ सर? आपके बयान पर खड़गे जी ने कहा कि आपको ऐसा नहीं बोलना चाहिए। ऐसे नहीं बोला था तो आप लोग जब ट्विस्ट करेंगे आप मुझे सुन लीजिए ना जी, आप इंटरव्यू के कॉन्टेक्स्ट में सुन लीजिए। कांग्रेस के दिग्विजय सिंह के बयान को बैकअप कर रहे हैं, सपोर्ट कर रहे हैं। जी मैं भी चाहता हूं कि हमारे संगठन जरा सा मजबूत हो और हमारे संगठन के अंदर तो डिसिप्लिन होना ही चाहिए, तो लॉजिकल है। तो ये लेकिन दिग्विजय सिंह साहब अपने आप बोल सकते हैं ना, उनसे സിനിമ ഉപേക്ഷിക്കുന്നുവെന്ന് ആവർത്തിച്ച് തമിഴ് സൂപ്പർ താരവും TVK നേതാവുമായ വിജയ് ഈ പ്രഖ്യാപനത്തോട് വൈകാരികമായി പ്രതികരിച്ച ആരാധകർ സിനിമയിൽ ഒരു യുഗത്തിൻ്റെ അവസാനമെന്നാണ് ആരാധകരുടെ വാക്കുകൾ. മലേഷ്യയിലെ കുലാലംപൂരിൽ ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെയായിരുന്നു വിജയുടെ പ്രഖ്യാപനം. സിനിമയെ വെല്ലുന്ന മാസ് എൻട്രി ആയിരുന്നു മലേഷ്യയിൽ നടന്ന ഓഡിയോ പ്രകാശന ചടങ്ങിൽ വിജയുടെ. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. കിരൺ, അവസാന സിനിമയാണ് തൻ്റേത് എന്ന് പറയുമ്പോൾ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് വിജയ്ക്ക്. ജനനായകൻ ഒരു രാഷ്ട്രീയ പ്രഖ്യാപന സിനിമ കൂടി, എന്തൊക്കെയാണ് തൻ്റെ ലക്ഷ്യങ്ങൾ എന്ന തരത്തിലുള്ള പ്രഖ്യാപനം കൂടി ആയേക്കാം അല്ലേ? രഞ്ജിത്തെ, അങ്ങനെ തന്നെയാണ്. ഒരു സിനിമ എന്ന നിലയ്ക്ക് TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രചരണ ആയുധം എന്ന നിലയിൽ തന്നെയാണ് തൻ്റെ അവസാന സിനിമ ജനനായകൻ. ജനുവരി 9-നാണ് ജനനായകൻ്റെ റിലീസ്. ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചാണ് നടന്നത്. അത് മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചായിരുന്നു ഓഡിയോ ലോഞ്ച്. 100,000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ ലോഞ്ചാണ് കോലാലംപൂരിൽ നടത്തിയത്. മലേഷ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ചടങ്ങ് എന്ന നിലയ്ക്ക് മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഒരു ചടങ്ങ് കൂടിയായിരുന്നു. ലോകത്ത് ശ്രീലങ്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴ് വംശജർ അധിവസിക്കുന്ന ഒരു രാജ്യം അത് മലേഷ്യയാണ്. ആ മലേഷ്യയിൽ വെച്ചാണ് ഇത്തരം ഒരു ചടങ്ങ് നടത്തിയത്. പ്രധാനപ്പെട്ട തമിഴ് സിനിമയുടെ എല്ലാം ലൊക്കേഷനുകളും തമിഴ് സിനിമാ താരങ്ങളുടെയൊക്കെ പ്രധാന കേന്ദ്രവുമാണ്. രജനീകാന്തിൻ്റെതായാലും അജിത്തിൻ്റെതായാലും വിജയുടേതായാലും മുൻ സിനിമകളൊക്കെ ചിത്രീകരിച്ചതും കഥാപശ്ചാത്തലവുമൊക്കെ ഉള്ള കേന്ദ്രം കൂടിയാണ് മലേഷ്യ. അത്രത്തോളം തമിഴ് വംശജർ അവിടെയുണ്ട്. അവർ തമിഴ് സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഏകദേശം തമിഴ്നാട്ടിലെ അത്രത്തോളം തന്നെ തിയേറ്ററുകളിൽ പ്രദർശനവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലേഷ്യ. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഓഡിയോ ലോഞ്ച് നടന്നത്. ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് കേവലം ഒരു ഓഡിയോ ലോഞ്ച് ആയിരുന്നില്ല, അതൊരു വമ്പൻ വിജയുടെ ഒരു വമ്പൻ പ്രകടനം. ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ മാസ് എൻട്രി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട സിനിമാ സംവിധായകർ, വിജയുടെ തന്നെ മുൻ സംവിധായകരായ ആറ്റ്ലി, നെൽസൺ, ലോകേഷ് കനകരാജ് തുടങ്ങിയവർ, പ്രധാനപ്പെട്ട നടീനടന്മാരെ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, പ്രകാശ് രാജ്, പ്രിയാമണി, നരേൻ, ഗൗതം മേനോൻ തുടങ്ങി പ്രധാനപ്പെട്ട നടീനടന്മാർ ഇവരോരോരുത്തരും വിജയെക്കുറിച്ച് സംസാരിക്കുന്നു. അവരോരോരുത്തരും വിജയ് എങ്ങനെയായിരുന്നു സിനിമയിലെന്ന് വികാരഭരിതരായി സംസാരിക്കുന്നു. നാസർ അടക്കമുള്ളവർ തൻ്റെ ആപത്ഘട്ടത്തിൽ എങ്ങനെയാണ് വിജയ് സഹായിച്ചതെന്നും അവസാനത്തിൽ താൻ ഒരു അപേക്ഷ കൂടി വെക്കുകയാണ് ഈ സിനിമയിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനം. ആരാധകരെയും അതോടൊപ്പം തന്നെ വ്യവസായത്തെയും ഒരേപോലെ നിരാശപ്പെടുത്തുന്നതാണ്, അത് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ വിജയ് അവിടെ വികാരഭരിതനായി പറയുന്നു, കഴിഞ്ഞ 33 വർഷത്തോളം താൻ സിനിമയിലുണ്ടായിരുന്നു. ഒരു മണൽ വീട് വെക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ സിനിമയിലെത്തിയത്. ആരാധകർ എനിക്കൊരു കൊട്ടാരം പണിത് തന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോൾ കോട്ട പണിയുകയാണ് എന്ന് പറയുന്നു. കോട്ട എന്ന് തമിഴ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് തമിഴ് സെക്രട്ടേറിയറ്റിനെയും അധികാരത്തിൻ്റെ കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ്. അന്ന് ബ്രിട്ടീഷുകാർ പണിത കോട്ടയിലുള്ള തമിഴ് സെക്രട്ടേറിയറ്റിൻ്റെ ആ അധികാര കേന്ദ്രം എന്ന നിലയ്ക്ക് കോട്ട പിടിക്കുക എന്ന് പറഞ്ഞാൽ അധികാരം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കോട്ട പണിയുന്നു എന്നതുകൂടി പ്രഖ്യാപിച്ച് 2024 ചരിത്രം പിറക്കും എന്നുകൂടി പറയുന്നു. തനിക്ക് വേണ്ടത് സുഹൃത്തുക്കളെയല്ല, ശക്തനായ ശത്രുവിനെയാണ്. അതുപോലെ തനിക്ക് ശക്തനായ ശത്രുവുണ്ട്. സ്റ്റാലിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ശക്തനായ ശത്രു എന്ന് പറയുന്നതും. തൻ്റെ പ്രചരണ പരിപാടികളിലടക്കം ആ കേസുമായി അടക്കം നീങ്ങിയ സംഭവങ്ങളടക്കം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെ ശത്രു ഉണ്ടാകുമ്പോൾ താൻ കൂടുതൽ കരുത്തനാവും. അങ്ങനെ 2026 താൻ അധികാരത്തിലേക്ക് തമിഴ്നാട്ടിൽ ചരിത്രം പിടിക്കുമെന്ന് പറയുന്നു. 33 വർഷം തന്നെ സ്നേഹിച്ച ആരാധകർ, ആ ആരാധകർക്ക് വേണ്ടി എല്ലാം ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ച് തനിക്ക് വേണ്ടി നിന്ന് ആ ആരാധകർക്ക് വേണ്ടി താൻ സിനിമ ഉപേക്ഷിക്കുകയാണ്. ഇനി വരുന്ന 30-33 വർഷം ആരാധകരെ സേവിക്കാൻ വേണ്ടി താൻ ഉപയോഗിക്കുന്നു. അതാണ് തൻ്റെ തീരുമാനം എന്നുകൂടി പറയുന്നു. തൻ്റെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു. ഇതൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് എന്നത് ഒരു പേരിന് ഒരു ചടങ്ങ് മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇത് ആരാധകരെ ആകെ ത്രസിപ്പിക്കുന്ന തൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിനുള്ള ഒരു വേദിയായി കൂടി എടുക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചാൽ ഉണ്ടാകാവുന്ന ചില അപകടങ്ങളുമൊക്കെ അല്ലെങ്കിൽ ആസൂത്രിതമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ള
എന്നുള്ള ഭയം ഒക്കെ വിജയിക്കുണ്ട്. അല്ലെങ്കിൽ അത് വിജയിപ്പിക്കുന്നതിൽ ഉണ്ടാകാവുന്ന ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരക്ക് മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഭയമുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് മലേഷ്യ തന്നെ തിരഞ്ഞെടുത്തത്. പക്ഷേ അവിടെ ആരാധകർ ഇടയ്ക്ക് മുദ്രാവാക്യങ്ങൾ TVKക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിജയ് അത് പൂർണ്ണമായും തടയുകയായിരുന്നു. കാരണം മലേഷ്യ സർക്കാർ തന്നെ മറ്റൊരു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇവിടെ ഒരു രാഷ്ട്രീയ സമ്മേളനം നടത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് അതുണ്ടാവരുത് എന്നത് വിജയോട് തന്നെ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ കരൂർ ദുരന്തം അത് വിജയുടെ പാർട്ടിക്ക് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ഒട്ടും ചെറുതല്ല കിരൺ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ അതിജീവിച്ചിട്ട് കൂടുതൽ സജീവമായി വിജയ് രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. ഒപ്പം MGRന്റെ ചരിത്രം ആവർത്തിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭരണം പിടിക്കുക, അല്ലാതെ വോട്ടെണ്ണമോ സീറ്റെണ്ണമോ അല്ല, ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള വിജയുടെ മോഹത്തിന് തമിഴ്നാട് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? രഞ്ജിത്തെ, നമുക്ക് ആ തരത്തിലേക്കൊന്നും പറയാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ ഒരു കാലത്ത് അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രം മാറിക്കഴിഞ്ഞാൽ അത് പിന്നീട് വന്ന ഒരുപാട് സിനിമയിലെ ഒരുപാട് നായകന്മാർ സിനിമയിലേക്ക് വന്നപ്പോൾ രജനീകാന്തിനെ പോലെ ഒരാൾ പാർട്ടി പ്രഖ്യാപിച്ച് പിൻവാങ്ങേണ്ട അവസ്ഥ വരുന്നു. കമലഹാസനെ പോലെ ഒരാൾ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിജയകാന്തിനെ പോലെ ഒരാൾ പാർട്ടി പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിലൊക്കെ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അങ്ങനെ ഒരു നിർണായക ശക്തിയാവാനോ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആവാനോ അല്ലെങ്കിൽ ശരണത്തിലെ ഏറ്റവും വലിയ വിജയകാന്തിന് ആ തരത്തിലേക്കുള്ള ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഒരു MGRന്റെ ഘട്ടത്തിന് ശേഷം പിന്നീട് വന്ന പ്രധാനപ്പെട്ട നടന്മാരൊക്കെയും ഈ തരത്തിൽ ശിവാജി ഗണേശൻ അടക്കമുള്ളവർ, ഏത് നടനെ നോക്കിയാലും അവരെല്ലാവരും പരാജയം. തമിഴ് നായകരൊക്കെ ഇങ്ങനെ വന്നതാണെന്നൊക്കെ പറയുമ്പോഴും അത് MGRന് ശേഷം അങ്ങനെ ഒരു വമ്പൻ വിജയമാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജയലളിതയെ പോലെ ഒരാൾ വരുന്ന സിനിമാ പശ്ചാത്തലം കുറിച്ച് മാത്രമല്ല, MGRനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ എന്ന വൈകാരിക പശ്ചാത്തലം കൂടിയുള്ള മറ്റ് പല നടന്മാരും ഇങ്ങനെയൊക്കെ വന്നെങ്കിലും അവർക്ക് വൻ വിജയമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പുതിയ തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ വിജയ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴിൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൈകാരികമായ അടുപ്പമൊക്കെയുള്ള നായകൻ വിജയ് തന്നെയാണ്. രജനീകാന്തിനേക്കാൾ കുറെ കൂടി ചെറുപ്പമാണ് എന്നുള്ള മെച്ചമുണ്ട്. ചെറുപ്പക്കാരായ ഒരുപാട് ആരാധകരുള്ള നടനാണ്. അങ്ങനെയൊക്കെ ഒരുപാട് മെച്ചം വിജയ്ക്കുണ്ട്. തമിഴ്നാട്ടിൽ എവിടെ പോയാലും ആരാധകരെ കൂട്ടാം. പക്ഷേ ഇതെല്ലാം വോട്ടാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറ്റ് പല ഘടകങ്ങൾ ചേരണം. അത്തരം അനുയായികൾ കൂടെ ഉണ്ടാവണം, രണ്ടാം നിര ലീഡർഷിപ്പ് വേണം. പക്ഷേ ആ കാര്യത്തിലൊന്നും ഇപ്പോഴും വിജയ്ക്ക് അങ്ങനെ ഒരു ലീഡർഷിപ്പിൻ്റെ രണ്ടാം നിര ലീഡർഷിപ്പിൽ അങ്ങനെ ഒരു കരുത്തരായ ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട വീഴ്ചയായി നിൽക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ തന്റെ വരവ് വ്യക്തമായി അറിയിക്കുന്നു, സിനിമ അവസാനിപ്പിക്കുന്നു, രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും കടക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാമത് സ്ഥാപക ദിനം KPCCയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷങ്ങളോടെ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി പാർട്ടി പതാക ഉയർത്തി നിർവഹിച്ചു. തുടർന്ന് സേവാദൾ വോളണ്ടിയർമാർ നൽകിയ ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹം സ്വീകരിച്ചു. ഇന്ത്യ എന്നുള്ള ആശയം പടിപടിയായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളും സ്വാതന്ത്ര്യവും പടിപടിയായി അട്ടിമറിക്കപ്പെടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ താഴ്ത്തിക്കെട്ടി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിച്ച സവർക്കറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധ്യ നേതാവായി ഉയർത്തിക്കാണിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യ മതേതരവാദികൾ ഒന്നടങ്കം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ പോലെ വിശാലമായ ഒരു സമരമുന്നണി ഉണ്ടാക്കി ആവൽക്കരമായ നീക്കത്തിനെതിരെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്നും നാളെയുമാണ് യോഗം. പരാജയ കാരണങ്ങൾ കണ്ടെത്താൻ വിശദമായ ചർച്ചകളുണ്ടാകും. തിരുത്തൽ നടപടികളും തീരുമാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള, ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷ വോട്ടുകളുടെ ചോർച്ച എന്നിവ തോൽവിക്ക് എത്രത്തോളം കാരണമായെന്ന പരിശോധനയും നടത്തും. ഇടതുമുന്നണിയുടെ അടിയന്തര യോഗം അല്പസമയത്തിനകം ചേരും. കേന്ദ്ര സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ ചർച്ച ചെയ്യാനാണ് യോഗം. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കുടിശ്ശികയായത്, വായ്പാ പരിധി വെട്ടിക്കുറച്ചത് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരിക്കും പ്രക്ഷോഭം. തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായി കൂടിയാണ് പ്രക്ഷോഭ പരിപാടി.
ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തദ്ദേശ ചിത്രം വ്യക്തം. കൂറുമാറ്റവും മുന്നണി മാറ്റവും കണ്ട തെരഞ്ഞെടുപ്പിനൊപ്പം ഒടുവിൽ 941-ൽ 532 ഗ്രാമപഞ്ചായത്തുകൾ UDF-നൊപ്പം ചേർന്നു. ഇടതുമുന്നണിക്ക് 358 പഞ്ചായത്തുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. NDAയ്ക്ക് 30 പഞ്ചായത്തുകൾ കിട്ടി. സ്വതന്ത്രരും മറ്റു കക്ഷികളും 8 പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തി. വർഷങ്ങൾക്ക് ശേഷം ഭരണം പിടിച്ച തിരുവാലിയിൽ അധ്യക്ഷ സ്ഥാനത്തിനായി ലീഗും കോൺഗ്രസും തമ്മിലടി. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇരു പാർട്ടികളും വിട്ടുനിന്നതോടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 2.5 വർഷം പ്രസിഡന്റ് പദവിയെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയതാണ് തർക്കത്തിന് കാരണം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ട് ലീഗും കോൺഗ്രസും പരസ്പരം പോരടിച്ചതോടെ വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചുപിടിച്ച തിരുവാലി പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 19 സീറ്റുകളുള്ള തിരുവാലി പഞ്ചായത്തിൽ 11 സീറ്റുകളുമായാണ് UDF ഇക്കുറി ഭരണം തിരിച്ചുപിടിച്ചത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ലീഗും കോൺഗ്രസും വിട്ടുനിന്നതോടെ ക്വാറം തികയാതിരുന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. UDF വിജയിച്ച 11-ൽ 7 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് ലീഗിനുമാണ്. മുൻകാലങ്ങളിലെല്ലാം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനായിരുന്നു. എന്നാൽ ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം വീതം പങ്കിടണമെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 27-ാം തീയതിയായിരുന്നു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടപ്രകാരം നമുക്ക് മൊത്തം കാൻഡിഡേറ്റ്സിൻ്റെ പകുതി, അതായത് 10 പേരെങ്കിലും ഇന്ന് വേണ്ടതായിട്ടുണ്ട്. പക്ഷേ 10 പേര് ഇന്ന് വന്നിട്ടില്ല, 8 പേരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതായത് അടുത്ത വർക്കിംഗ് ഡേയിലായിട്ട് നമ്മൾ തീരുമാനിച്ചു. അതായത് തിങ്കളാഴ്ച ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നമ്മൾ നടത്തുന്നതാണ്. ഇന്ന് തിരുവാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഹാളിൽ തന്നെ ഇതേ സമയത്ത് തിങ്കളാഴ്ച നടത്തുന്നതാണ്. അതിപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ അത് അറിയിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടത്തുന്നതാണ്. ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ കോൺഗ്രസും എത്തിയില്ല. ഇടതംഗങ്ങളെല്ലാം എത്തിയെങ്കിലും ക്വാറം തികയാത്തതോടെ വരണാധികാരിയായ മഞ്ചേരി വീഡിയോ ബീന മാണിക്കൊത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. LDF-ന് തിരുവാലിയിൽ 8 സീറ്റുകളാണുള്ളത്. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ലീഗ് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരൂർ. അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിന്നും മാറ്റി. ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി S. ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടുപിന്നാലെയായിരുന്നു കോൺഫറൻസ് ഹാളിലെ VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയത്. നടപടിയിൽ പ്രതിഷേധിച്ച് CPIM രംഗത്തെത്തി. ഉഷാകുമാരി സ്ഥാനം രാജിവെച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് CPIM ആവശ്യപ്പെട്ടു. എന്നാൽ ചിത്രം മാറ്റിയതിനെക്കുറിച്ച് അറിയില്ലെന്നും വിഷയം പരിശോധിക്കുമെന്നും ഉഷാകുമാരി പ്രതികരിച്ചു. തിരുവനന്തപുരം നന്ദൻകോട് സ്വരാജ് ഭവനിൽ തീപിടുത്തം. 2 കാറുകൾ കത്തി നശിച്ചു. അഗ്നിശമന സേന എത്തി തീയണച്ചു. മൂവാറ്റുപുഴയിൽ MDMA-യുമായി സഹകരണ ബാങ്ക് ജീവനക്കാരൻ പിടിയിൽ. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ ക്യാഷർ ബാവ P. ഇബ്രാഹിമിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും 2.8 ഗ്രാം MDMA-യും MDMA വിറ്റ് ലഭിച്ച 3000 രൂപയും മൊബൈൽ ഫോണും 3 സിം കാർഡുകളും പിടിച്ചു. ഗതാഗതക്കുരുക്ക് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് മുക്കം അഗസ്ത്യാമൊഴി അങ്ങാടി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത കടന്നുപോകുന്ന അഗസ്ത്യാമൊഴി അങ്ങാടിയിൽ നാട്ടുകാരും യാത്രക്കാരും വലിയ പ്രയാസത്തിലാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യമൊഴി അങ്ങാടിയിൽ നിത്യേന ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് മൂലം നാട്ടുകാരും യാത്രക്കാരും ഏറെ പ്രയാസപ്പെടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ കിലോമീറ്ററോളമാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഗതാഗതക്കുരുക്ക് മൂലം അഗസ്ത്യമൊഴിയിലെ കച്ചവടക്കാർക്ക് കച്ചവടമില്ലാതെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടമില്ലാതെയും പ്രയാസപ്പെടുകയാണ്. ഇവിടെ ഡെയിലി ബ്ലോക്കാണ്. ഇവിടുത്തെ ബ്ലോക്ക് രാവിലെ തുടങ്ങും. രാവിലെ തുടങ്ങി രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. കാര്യമായിട്ട് ഇവിടെ ഈ ആൽമരാണ് പ്രശ്നം. പിന്നെ വ്യാപാരികളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. കച്ചവടങ്ങളൊന്നുമില്ല. ആദ്യകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി ചായ കുടിക്കാനൊക്കെ ആൾക്കാർ വരും. ഇപ്പോൾ ആൾക്ക് വളരെ പ്രതിസന്ധിയിലാണ്. രാവിലെ തുടങ്ങുന്ന ബ്ലോക്ക് രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. പിന്നെ ഒരു പരിഹാരം കാണണമെന്നാണ്, എത്രയും പെട്ടെന്ന് കാണണം. അപകടങ്ങളും ഇവിടെ ഫയർ സ്റ്റേഷന്, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി പോകാൻ വളരെ ഇതാണ്. പിന്നെ നാട്ടുകാരെ കടപെട്ട് ഇറങ്ങി തിരിച്ചാണ് ഈ പ്രതിസന്ധി തീർക്കുന്നത്. അതും വളരെ ബുദ്ധിമുട്ടുള്ള കാരണം.
ക്യാമ്പ് രോഗികളെ കൊണ്ട് പെട്ടെന്ന് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആയിട്ടാണ് അവിടെ രോഗികൾ എത്തുക. ഇപ്പൊ ഒരു 15 മിനിറ്റോളായി ബസ്സിന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് കൊണ്ട് ഈ അഗസ്ത്യമൊഴി ഇടക്കിടക്ക് ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബസ് ചിലപ്പോൾ മുക്കത്തുനിന്ന് റൂട്ട് മാറ്റി മാമ്പറ്റ വഴിയായിരിക്കും പോകുന്നത്. അപ്പൊ അഗസ്ത്യമൊഴി നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും. ചിലപ്പോൾ എമർജൻസി ആയിട്ട് പോകേണ്ട കേസിലൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അഗസ്ത്യമൊഴി ബ്ലോക്കിന് എന്തെങ്കിലും ഒരു പദ്ധതി വേണം. ബസ്സുകൾ വൈകി എത്തുന്നതും വഴിതിരിച്ചുവിടുന്നതും യാത്രക്കാരെ വലയ്ക്കുന്നു. ഇവിടെ യാത്രക്കാർക്ക് മൊത്തം ബുദ്ധിമുട്ടാണ്. ബസ്സുകാർക്കും ബുദ്ധിമുട്ടാണ്, ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടാണ്, കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഭരണകൂടം ഇതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. എപ്പോഴും നല്ല ബ്ലോക്കാണ് അവിടെ. ഒരു 30 രൂപേന്റെ ഓട്ടം പോന്നാലും ഇറങ്ങാറാ. ഈ ഡീസൽ തീർന്നു പോകും, അത്രേ ഉള്ളൂ. ബ്ലോക്കർ വമ്പ ബ്ലോക്കാണ്. ഈ മരാണ് ഏറ്റവും ഈ അസ്റ്റംബൈക്ക് ഏറ്റവും ശാപം. അത് മാറ്റിയാലേ തന്നെ ഇത്രയും ബ്ലോക്ക് മാറുള്ളൂ. ഒരു വീട്ടിൽ തന്നെ നിരന്തരം 5-6 വണ്ടിയുള്ള ഓരോ വീടുകളുണ്ട്. തന്നെ നിരന്തരം ഒരു വീട്ടിൽ തന്നെ 4-5 വണ്ടി പുറത്തിറങ്ങുമ്പോഴുള്ള സൈറ്റിംഗ് കൂടി. അപ്പൊ ഈ മരം മുറിച്ചാൽ മാത്രമേ ഈ തിരക്ക് നമുക്ക് മാറ്റാൻ സാധിക്കൂ. സംസ്ഥാന പാതയ്ക്ക് നടുവിലുള്ള മരം മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടിയോ ബദൽ ബൈപ്പാസോ ഫ്ലൈ ഓവറോ നിർമ്മിച്ച് ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,055, പവന് 1,04,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,830, പവന് 86,640. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.